നമസ്കാരം. ഇൻസിറ്റിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ പുത്തമ്പള്ളി വിശാരത്ത് ആദർശാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ് ആദർശ്. ഇക്കഴിഞ്ഞ 14-ന് കുതിരാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. സുഹൃത്തിനൊപ്പം നെല്ലിയാമ്പതിയിൽ പോയി തിരിച്ചു വരവെയാണ് അപകടം സംഭവിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ആദർശ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പലയിടത്തും ഉഷ്ണതരംഗ സമാന സാധ്യത. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് അറിയിപ്പ്. 2 ദിവസം കൂടി കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. സംസ്ഥാനത്തെ ശരാശരി പകൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസും കടന്നു. കത്തുന്ന ചൂടിന് അല്പം കുറവ് ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ്. വെന്തുരുകുന്ന ചൂടിൽ നിന്ന് മലയാളികൾ ആശ്വാസം തേടിയെത്തുന്നത് മൂന്നാറിലേക്കാണ്. ഇടവിട്ട് കിട്ടുന്ന വേനൽ മഴയും 25 ഡിഗ്രിയോടടുപ്പിച്ച അന്തരീക്ഷ താപനിലയുമാണ് കുളിർമ. ഇളം വെയിലും കുളിർക്കാറ്റുമൊക്കെ തേടി പാലക്കാട് നിന്നും കൊല്ലത്തു നിന്നുമൊക്കെയാണ് ആളുകൾ അധികവും എത്തുന്നത്. മാട്ടുപ്പെട്ടി, കുണ്ടള, ടോപ്പ് സ്റ്റേഷൻ, രാജമല തുടങ്ങിയ പ്രദേശങ്ങളാണ് സഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങൾ. ഇരവികുളം ദേശീയോദ്യാനം കൂടി തുറന്നതോടെ തിരക്കേറി. ചൂടും അവധിക്കാലവുമൊക്കെയായി വിനോദസഞ്ചാര സീസൺ ഉണർന്നെങ്കിലും മൂന്നാറിലും ചൂട് ഉയരുകയാണെന്നാണ് കണക്ക്. കഴിഞ്ഞയാഴ്ച പകൽ രേഖപ്പെടുത്തിയത് പരമാവധി 30 ഡിഗ്രിയാണ്. എങ്കിലും പൊള്ളുന്ന ചൂടില്ലെന്ന ആശ്വാസമാണ് ഉള്ളത്. സംസ്ഥാനത്തെ സ്കൂളുകൾ അടുത്ത അധ്യയന വർഷം ജൂൺ 1-ന് പ്രവേശനോത്സവത്തോടെ തുറക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികൾ മെയ് 22 മുതൽ ആരംഭിക്കും. പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ പാലിക്കേണ്ട കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും സാമ്പത്തിക നിബന്ധനകളും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എഴുത്തുപരീക്ഷ നടത്തുകയോ തലവരി പണം വാങ്ങുകയോ ചെയ്താൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. PT ഫണ്ട് പിരിവ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് സ്കൂളുകളും കർശനമായി പാലിക്കണം. വരന്തരപ്പിള്ളി പൗണ്ട് വയലോപ്പിള്ളി പരേതനായ കുമാരൻ ഭാര്യ കാർത്യായനി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് വീട്ടുവളപ്പിൽ. രാജൻ, പുഷ്പലത, ശ്രീനിവാസൻ എന്നിവർ മക്കളും ജലജ, സദാനന്ദൻ, സന്ധ്യ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,135 രൂപയും പവന് 1,13,080 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.